ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ദേണ്ട് ഞങ്ങൾ പക്ഷേ ചുണ്ടയ്ക്ക എടുക്കുകയാണ് കേട്ടോ. വഴുതനങ്ങ വാങ്ങിക്കണ്ട, ഞങ്ങൾക്ക് ചുണ്ടയ്ക്ക മതി. ചുണ്ടങ്ങേന്നും ചില സ്ഥലത്തൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചുണ്ടയ്ക്ക വൈകിട്ടാണ് ഞാൻ കടയിൽ വന്നിട്ട് ഞാനും പാറും കൂടെ എടുത്തത്. പിന്നെ രാത്രിയിലായപ്പോഴത്തേക്ക് നമ്മൾ അത് കഴുകുന്നതിന് മുമ്പ് തന്നെ ദേണ്ട് ഇടിച്ചങ്ങോട്ട് എടുക്കാം. അരിഞ്ഞാലും കുഴപ്പമില്ല, രണ്ടായിട്ട് കീറിയാലും കുഴപ്പമില്ല, ഇടിക്കുമ്പോൾ എളുപ്പമാവും കേട്ടോ. പിന്നെ ഓമയ്ക്കയും കുറച്ച് ചുണ്ടയ്ക്കയും കൂടെ എടുത്ത് മെഴുകുവരട്ടി ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചുണ്ടയ്ക്ക എല്ലാം നല്ല 2-3 വെള്ളത്തിൽ നല്ല കഴുകി അതിൻ്റെ അരിയും കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നീണ്ട ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞിട്ടു. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇച്ചിരി ഏറെ ഇടണേ ഉപ്പ്, പിന്നെ തൈരും കൂടെ ചേർത്ത് അടച്ചങ്ങോട്ട് വെച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ തൈരിൽ നിന്ന് ഇതങ്ങോട്ട് ചുണ്ടയ്ക്ക പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് വെയിലത്തിട്ട് ഉണക്കി നല്ലതുപോലെ ഉണക്കിയെടുത്താൽ പുളിക്കുളമ്പും പിന്നെ കൊണ്ടാട്ടമൊക്കെ ചെയ്യാൻ കേട്ടോ. നല്ല അടിപൊളിയാണ് പുളിക്കുളമ്പ്. പിന്നെ ചുണ്ടയ്ക്ക നല്ലതുപോലെ അറിയാമെങ്കിൽ മാത്രമേ ഇത് കണ്ടിട്ട് കറി ചെയ്യാവൂ. ചിലപ്പോൾ ചുണ്ടയ്ക്കാന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും എടുത്ത് കഴിച്ച് അസുഖമൊന്നും വരുത്തി വെക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.